നമ്മളെപ്പോഴും കാണുന്ന ഒരേ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. ഇതേ കണക്കൊണ്ട് ഈ ഷഫീന പിന്നെ രേണു സുധിക്കെതിരെ കൊണ്ട് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയായിരുന്നു. ഇതേ കണക്ക് ഈ ബിഷപ്പിൻ്റെ കാര്യവും ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്. ഇതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ രേണു ഇപ്പോൾ രംഗത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ കണക്ക് രേണു മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് തന്നെ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം ഇതേ കണക്കൊണ്ട് ഈ ഷഫീന ബീവിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് തനിക്കൊണ്ട് ഇത്ര ഹേറ്റ് വരുന്നത്. അങ്ങനത്തെ ഉള്ളവർക്കൊന്നും വിവരം ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു രേണു സുധി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതേ കണക്കുള്ള ആൾക്കാർ ഇങ്ങനെ പറയും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ രേണു സുധി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ തന്നെ ആരെങ്കിലും ഹേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത്. അതിലൊന്നാണ് രേണു സുധി. അതല്ലാതെ താൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല. ഇപ്പോൾ എവരുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നെഗറ്റിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഭയങ്കര ഫേമസ് ആവുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ കോൺട്രവേഴ്ഷ്യലായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ സോഷ്യൽ മീഡിയ വരുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ഇടുന്നത്. സോ അതിലൂടെ കുറച്ച് ഫേമസ് ആവുക. എന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ ഇത് കണക്ക് വന്ന് സംസാരിക്കുന്നത്.